ഹലോ, അഫ്സൽ സാറാണ്. ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിന്നാണ് സംസാരിക്കുന്നത്. +2 കുട്ടികൾക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. രണ്ട് തരം കുട്ടികളാണ് കാണുന്നത്. ഒന്ന് പഠിച്ച് റിവിഷനൊക്കെ നടത്തി നല്ല ഗംഭീരമായ എക്സാമിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. അത് കഴിഞ്ഞിട്ട് വേറെ ചില കുട്ടികൾ ഇതുവരെ കുറച്ചൊക്കെ കളിച്ച് നടന്നു, ഇനിയൊന്ന് സീരിയസ് ആയിട്ട് പഠിക്കണം, എക്സാം എത്തിയില്ലേ, മറ്റന്നാൾ എത്തി, അപ്പോഴും സാറേ ഇനി പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് പാസ്സാവാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് A+ വാങ്ങാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കുന്ന വേറൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസുമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ആ കുട്ടികൾക്ക്, രണ്ട് കുട്ടികൾക്ക് ഒരേപോലെ ഉപകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. +2 പഠിക്കുന്ന, സയൻസിൽ പഠിക്കുന്ന, ഫിസിക്സിന് വേണ്ടി എക്സാം പ്രിപ്പറേഷൻ നടത്തുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ, രണ്ട് തരം കുട്ടികൾക്കും അല്ലെങ്കിൽ ഇതിനിടയിൽ കിടക്കുന്ന ഒരു തരം കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന, നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കിയിട്ട് അവസാന വട്ടം അല്ലെങ്കിൽ ഇനി തുടങ്ങുന്ന ഒരു കുട്ടിക്ക് പോലും ഇത് നോക്കിപ്പോയിട്ടുണ്ടെങ്കിൽ നല്ല മാർക്ക് A+ വരെ എത്തിക്കാൻ വേണ്ടി പറ്റുന്ന, കഴിഞ്ഞ കുറച്ച് ഇയറുകളായിട്ട് ഈ ഒരേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റായി വരുന്ന ചില ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ഇത് പഠിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവും. നിങ്ങൾക്ക് എന്തായിട്ടുണ്ടെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് എക്സാം പേപ്പറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത്, ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോ ചാപ്റ്റേഴ്സും ആ ചാപ്റ്റേഴ്സിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് മാർക്കാണ്. എത്ര മാർക്കിനാണ് ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതാണ്. ആ മാർക്കിന് വരുന്ന, ഇപ്പം ഇവിടെ കാണാം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് 9 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് 11.5% എന്ന് പറഞ്ഞാൽ ടോട്ടൽ 100%ത്തിൽ 11.5% ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് എവിടെ നിന്നാണ്? ഈ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. താഴെ വരുമ്പോൾ നിങ്ങൾക്ക് കാണും ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് 10.3% ചോദിക്കുന്നുണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ നിങ്ങൾ നിർബന്ധമായി, ഒരു കുട്ടി വിചാരിക്കുകയാണ് എനിക്ക് അത്രയൊന്നും പഠിക്കാൻ വേണ്ടി തയ്യാറല്ല, എന്നാൽ എനിക്ക് പെട്ടെന്ന് ജയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാസ്സാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് മാർക്ക് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഈ കടമ്പടി കടന്നു പോകണം, അങ്ങനെ വിചാരിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ട് നോക്കേണ്ട ചില ചാപ്റ്റേഴ്സാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് നിങ്ങൾ എന്തായാലും നോക്കണം. അതുപോലെ കപ്പാസിറ്റൻസ്, പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസ് നിങ്ങൾ എന്തായാലും നോക്കണം. പിന്നെ നോക്കൂ, റേ ഒപ്റ്റിക്സ് ആണ് ഏറ്റവും കൂടുതൽ 12.8% ക്വസ്റ്റ്യൻസും വരുന്നത്. അതൊരു വലിയ ലെങ്തി ചാപ്റ്റേഴ്സാണ്. ഞാനതിനെ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട്, വളരെ ചെറുതായിട്ട് നിങ്ങളുടെ കയ്യിൽ ആസ് എ ടാബ്ലറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ, ക്യാപ്സ്യൂൾ എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഓരോ ടോപ്പിക്സ്, അപ്പോൾ ഞാൻ താഴെ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ശതമാനമുള്ള മാർക്സ് വരുന്ന, ശതമാനം കൂടിയ ചാപ്റ്റേഴ്സ് നോക്കിയിട്ട് നിർബന്ധമായിട്ടും എൻ്റെ മക്കൾ പഠിക്കുക. നോക്കൂ, ഓരോ ചാപ്റ്റേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായും ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് മക്കൾ നിർബന്ധമായിട്ട് നോക്കിപ്പോവേണ്ട ചില ഭാഗങ്ങളൊന്ന് പരാമർശിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഒന്ന് കൂളോംസ് ലോ, ഗോസസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, അതിൻ്റെ ഡെറിവേഷനും നോക്കണം. കൂളോംസ് ലോൻ്റെ ഡെറിവേഷൻ നോക്കണം. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആൻ ആക്സിയൽ പോയിൻറ്റ്, ഇക്വറ്റോറിയൽ പോയിൻറ്റ്, രണ്ടും ഒരുപോലെ നോക്കണം. ഏതാ വരിക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ചാൻസ് എടുക്കരുത്. ഇനിയും നമ്മൾ ചാൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ വലിയ അടിയായിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ടോർക്ക്, പിന്നെ ഡൈപോളിനെ കൊണ്ടുപോയിട്ട് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പോയി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ടോർക്ക് ഉണ്ടാവും എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൂഫ് ഉൾപ്പെടെ നിങ്ങൾ പഠിക്കണം. വാട്ട് ഈസ് ഇലക്ട്രിക് ഡൈപോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡൈപോൾ മൊമെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ, ഈ 6 പോയിൻറ്റ്സ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഗോസസ് ലോൻ്റെ 3 ആപ്ലിക്കേഷൻ, 3ഉം നിങ്ങൾ നോക്കുക. ഉറപ്പാണ് അതിനകത്തുനിന്നേ ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. ഇതുവരെ അതിനകത്തുനിന്നേ ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. 2 ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇവിടുന്ന് 6 ടോപ്പിക്സ് നിങ്ങൾ നോക്കിയാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഒന്ന് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസും അതിൻ്റെ പ്രത്യേകതയും എല്ലാ പ്രാവശ്യവും റിവേഴ്സ്ഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നന്നായിട്ട് നോക്കി പോകണം. അതുപോലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിൻറ്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ നിർബന്ധമായിട്ട് മക്കൾ നോക്കണം. അതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്, നോക്കണം. അതുപോലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ നോക്കണം. അതിനും ഒരു ഡെറിവേഷൻ ഉണ്ട്. റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള, ഗ്രേഡിയൻറ്റും തമ്മിലുള്ള റിലേഷൻ നിർബന്ധമായിട്ടും അതിൻ്റെ വളരെ 2 സ്റ്റെപ്പിനകത്ത് തീർക്കാൻ പറ്റുന്ന ഡെറിവേഷനാണ്. ആമാന്തിച്ചിരിക്കരുത്, നോക്കണം. പിന്നെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കാണാനുള്ള ഒരു ഡെറിവേഷൻ ഉണ്ട്, അതും നോക്കണം മക്കൾ.
കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റൻസ് സീരീസ് പാരലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ആ ഭാഗവും മക്കൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന്, ഞാനൊരു നീറ്റോ ജെയോ ഒന്നുമല്ലല്ലോ സംസാരിക്കുന്നത്, പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് കുറച്ച് അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് അടിക്കും. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ 5 മെയിൻ ടോപ്പിക്സ് ആണ് പറയുന്നത്. ഒന്ന് ഓംസ് ലോ ആണ്. ഓംസ് ലോ പറയുമ്പോൾ ഞാൻ അടിവരയിട്ട് പറയുകയാണ് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. ഓംസ് ലോൻ്റെ ലിമിറ്റേഷൻസ് എൻ്റെ മക്കൾ നിർബന്ധമായിട്ട് നോക്കണം. ഓംസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം, അതിൻ്റെ ഗ്രാഫ് നോക്കണം, കാര്യങ്ങൾ നോക്കണം. കോമ്പിനേഷൻ ഓഫ് സെൽസ് സീരീസ് പാരലൽ മിക്സ്ഡും വരാറുണ്ട്. സീരീസ് ആൻഡ് പാരലൽ എന്തായാലും മക്കൾ നോക്കണം. ക്രിച്ചോഫ് ലോ പിന്നെ ലോ 2 ലോസ് ഉണ്ട്, രണ്ടും നോക്കണം. സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം. ഫസ്റ്റ് ലോൻ്റെ പ്രോബ്ലം വന്നാൽ വരും, സെക്കൻഡ് ലോൻ്റെ പ്രോബ്ലംസ് അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. പിന്നെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നോക്കണം. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് മറക്കരുത്, അതിൻ്റെ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. ഡ്രിഫ്റ്റ് വെലോസിറ്റി I=NAVDE എന്ന് പറഞ്ഞ ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കൾ നോക്കണം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും അതുപോലെ റിലാക്സേഷൻ ടൈമും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്, അതും എൻ്റെ മക്കൾ നോക്കണം. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിലേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് എല്ലാ മക്കളും അത് പ്രിപ്പറേഷനിലേക്ക് പോകണം. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിലേക്ക് വരുമ്പം ബയോ-സവാർട്ട്സ് ലോ, ആംപിയർ സർക്യൂട്ടൽ ലോ, അതിൻ്റെ ആപ്ലിക്കേഷൻ, ആംപിയർ സർക്യൂട്ടൽ ലോൻ്റെ 2 ആപ്ലിക്കേഷനെ നമുക്കുള്ളൂ. ആ 2 ആപ്ലിക്കേഷനും വൃത്തിയായിട്ട് അങ്ങ് പഠിച്ചോ കിട്ടും, അത്രയേ ഉള്ളൂ. നിങ്ങൾ വിചാരിച്ചാൽ പഠിക്കാൻ മാത്രമേ ഉള്ളൂ. മാഗ്നറ്റിക്, ഞാൻ സ്പീഡിൽ പറയുന്നത് ഈ വീഡിയോൻ്റെ ലെങ്ത്ത് പേടിച്ചിട്ടാണ്. നിങ്ങൾ ഇപ്പം കുറേ നേരം വീഡിയോ കണ്ടിരിക്കേണ്ടവരല്ല എന്നറിയാം, അതുകൊണ്ട് പെട്ടെന്ന് കണ്ടൻറ്റ് ഞാൻ അങ്ങോട്ട് പ്രസരണം നടത്തുകയാണ്. മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ നിങ്ങൾക്കറിയാം, ഗാൽവനോമീറ്ററിൻ്റെ അതിൻ്റെ പ്രിൻസിപ്പിൾ, വർക്കിംഗ്, കൺസ്ട്രക്ഷൻ, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കണം. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, കറണ്ട് ക്യാരിയിങ് പാരലൽ ആയിട്ടുള്ള 2 റോഡുകളുടെ വയറിൻ്റെ അതിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കണം. പിന്നെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ആണ് കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതിനകത്തുള്ള ആ ഇക്വേഷൻസ് 4 മാക്സ്വെൽസിൻ്റെ ഉൾപ്പെടെയുള്ള 4 ഇക്വേഷൻ സാധാരണ 1 by 1 മാച്ച് ദ ഫോളോയിങ്ങിനകത്ത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്റീരിസ് കർവ്, ഇങ്ങനെ കുറച്ച് വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്ററാണത്. അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ് നോക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. EMIയിലേക്ക് വരുമ്പോൾ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലേക്ക് വരുമ്പം ഫാരഡേസ് ലോസ് പഠിക്കണം. ലെൻസസ് ലോയും ഫാരഡേസ് ലോയും രണ്ടും തമ്മിൽ വളരെ ചെറിയ മാറ്റമുള്ളൂ. 2 ലോസ് ഉണ്ട് ഫാരഡേക്ക്. അത് കഴിഞ്ഞിട്ട് ലെൻസസ് ലോ നോക്കണം. സെൽഫ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് പിന്നെ സോളിനോയിഡ് നോക്കണം. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് കോ ആക്സിയൽ സോളിനോയിഡ്സ്. ഇത് രണ്ടും ആ 2 ഡെറിവേഷനുള്ളൂ. പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് 2ലും ചോദിക്കാം. അതായത് EMIയിലും AC-യിലും ഒരുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ജനറേറ്ററിൻ്റെ EMF E0 sin ωt എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഡെറൈവ് ചെയ്തെടുക്കുന്ന ഒരു സാധനമുണ്ട്, മക്കൾ നിർബന്ധമായിട്ട് നോക്കണം. AC-യിലേക്ക് വരുമ്പോൾ ട്രാൻസ്ഫോമർ വെരി 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 ഇമ്പോർട്ടൻറ്റ് ആൻഡ് AC ജനറേറ്റർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. RMS വാല്യൂ ഓഫ് AC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവിടെ AC ആണോ DC ആണോ ഒരേ അളവിൽ കൊടുക്കുമ്പം മോസ്റ്റ് ഡേഞ്ചർ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതും നിങ്ങൾ നോക്കണം. പിന്നെ ഇമ്പിഡൻസ് ഓഫ് LCR സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് നിങ്ങൾ തന്നെ എന്തെങ്കിലും പറയുമ്പോൾ സാർ എന്താ ഇത് പറയാത്തതെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ. അതിൻ്റെ ഫേസർ ഡയഗ്രാം ഒക്കെ മക്കൾ നന്നായിട്ട് നോക്കുക. EM വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് EM സ്പെക്ട്രം എൻ്റെ മക്കൾ പ്രധാനമായിട്ട് നോക്കുന്ന 2 ടോപ്പിക്സേ ഉള്ളൂ ഈ EM വേവ്സിനകത്ത്. അത് പിന്നെ കലക്കി കുടിച്ചാൽ കഴിഞ്ഞു. ഓക്കെ, EM സ്പെക്ട്രം, എക്സ് റേസ്, ഗാമ റേസ്, വിസിബിൾ, ഇങ്ങനെയുള്ള ആ റേയുടെ പിന്നെ ആ സ്പെക്ട്രം ഒന്ന് നോക്കി വെക്കുക. ശേഷം അതിൻ്റെ യൂസസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നിൻ്റെ യൂസസ് അത് നിങ്ങൾക്ക് ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് ഈസി ആയിട്ട് പഠിക്കുക. ഇപ്പോൾ യു വി എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഈ പിന്നെ ഫിൽട്രേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജെംസിനെ കൊല്ലാൻ, ഇങ്ങനെ നമ്മൾ ഓരോ സാധനവും പറഞ്ഞിട്ട്. എക്സ്റേസ് എന്താ? നിങ്ങളുടെ ബോൺസിൽ എന്തെങ്കിലും അല്ലേ, നിങ്ങൾക്കറിയാം നമ്മൾ എന്തിനാണ് എക്സ്റേ എടുക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് ഇൻഫ്രാറെഡ് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ചൂടായിട്ടുള്ള റേസ് ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് ലൈഫുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ നോക്കി വെച്ചേ പോകാവൂ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കേട്ടോ. പിന്നെ റേ ഓപ്റ്റിക്സ് വിശാലമായൊരു ചാപ്റ്ററാണ്. നോക്കേണ്ട 7 ടോപ്പിക്സ് ആണുള്ളത്. ഒന്ന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് നോക്കണം. റിഫ്രാക്ഷൻ ഫോർമുല ഫോർ കോൺകേവ് കോൺവെക്സ് സർഫസ് നോക്കണം. പിന്നെ റിഫ്രാക്ഷൻ ഫോർമുല ഫോർ തിൻ ലെൻസ് ഫോർമുല എന്ന് പറയാറില്ലേ, തിൻ ലെൻസ് ഫോർമുല നോക്കണം. പ്രിസം നോക്കണം. റിഫ്രാക്ഷൻ ഓഫ് സ്ഫെറിക്കൽ സർഫസ്, ഞാൻ ഒന്നുകൂടി പറയാം, ഇതിൽ ഈ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനൊക്കെ അതിൻ്റെ ഒരു തിയറി ഭാഗമാണ്. പ്രിസം നോക്കണം. റിഫ്രാക്ഷൻ ഓഫ് സ്ഫെറിക്കൽ സർഫസ് നോക്കണം. തിൻ ലെൻസ് ഫോർമുല നോക്കണം. അതുപോലെ തന്നെ
നേരത്തെ പറഞ്ഞിട്ടുള്ള ഇതാ നമ്മുടെ മിററിൻ്റെ ഇക്വേഷൻ, ഈ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നോക്കണം. അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും സിമ്പിൾ മൈക്രോസ്കോപ്പും മാഗ്നിഫിക്കേഷൻ നോക്കുക. സിമ്പിളാണ് മക്കൾ നോക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത് ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട, ഈ പറഞ്ഞ ടോപ്പിക്സ് ത്രൂ നിങ്ങൾ അങ്ങ് പോയാൽ മതി, പഠിച്ചാൽ മതി. വേവ് ഒപ്റ്റിക്സിലേക്ക് വരുന്ന സമയത്ത് ഡിഫ്രാക്ഷൻ, പ്രൂഫ് ഓഫ് ലോ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് പിന്നെ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ്റെയും റിഫ്രാക്ഷൻ്റെയും ആ ലോസ് പ്രൂവ് ചെയ്യുന്ന ഒരു സാധനമുണ്ട് വേവ് ഒപ്റ്റിക്സിൽ. നമ്മൾ റേ ഒപ്റ്റിക്സിൽ പഠിച്ച അതേ സാധനത്തിൻ്റെ അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കണം. പിന്നെ ഹൈഗൻസ് തിയറി, വേവ് ഫ്രണ്ട് എന്ന് പറയുന്ന ആ തിയറി ഉണ്ടല്ലോ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു തിയററ്റിക്കൽ ഭാഗമാണ്, നിങ്ങൾക്ക് നോക്കി തീർക്കാവുന്നതാണ്. 11ാമത്തെ ചാപ്റ്റർ ആറ്റംസിലേക്ക് വരുമ്പം ഹൈഡ്രജൻ ലൈൻസ്, പിന്നെ ബോർ മോഡലിൻ്റെ അതിൻ്റെ റേഡിയസ് ഓഫ് ബോർ മോഡൽ, അത് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. റേഡിയസ് നോക്കണം. പിന്നെ അതിൻ്റെ എനർജി, സംഗതി ഡിലീറ്റഡ് പോർഷൻ ആണെങ്കിൽ പോലും ചെറിയൊരു കൺഫ്യൂഷനുള്ള ഭാഗമാണ് എനർജി. നിങ്ങളതിൻ്റെ എനർജിൻ്റെ ഇക്വേഷനും അത് വരുന്ന രീതി നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുന്നത് നല്ലതാണ്. റൂദർഫോർഡ്സ് മോഡൽ ഒന്ന് ഓർമ്മയിൽ വേണം. ഇത് വളരെ മൂന്ന് ടോപ്പിക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറ്റംസ് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ന്യൂക്ലിയയിലേക്ക് വരുന്ന സമയത്ത് മാസ് എനർജി റിലേഷൻ E=mc² എന്ന് പറയുന്ന ഐൻസ്റ്റീൻ്റെ റിലേഷൻ നോക്കണം. മാസ് ഡിഫക്റ്റ് ബൈൻഡിങ് എനർജി ഉറപ്പാണ്, കാരണം ന്യൂക്ലിയക്കകത്ത് കുറേ ഡിലീറ്റഡ് ആയതുകൊണ്ട് ഇത്രയും ശതമാനം അതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും മാസ് ഡിഫക്റ്റും ബൈൻഡിങ് എനർജിയും വരും. പിന്നെ ന്യൂക്ലിയർ ഫ്യൂഷൻ ആൻഡ് ഫിഷൻ, അവിടെ എനിക്ക് പറയാനുള്ളത് സ്റ്റാറിനകത്ത് എനർജി ഉണ്ടാകുന്നത് സ്ഥിരം ക്വസ്റ്റ്യനാണ്. സണ്ണിനകത്ത് എനർജി ഉണ്ടാകുന്ന പിന്നെ പ്രക്രിയ, അതിൻ്റെ ഒരു പ്രോട്ടോൺ സൈക്കിളൊക്കെ പറഞ്ഞിട്ട് NCERT പറയുന്നുണ്ട്. വളരെ ഈസിയാണ്, കടകടാന്ന് പറഞ്ഞ് എഴുതി നടക്കാൻ പറ്റുന്ന സാധനമാണ്. അതിൻ്റെ ലാസ്റ്റ് ടോപ്പിക് സെമി കണ്ടക്ടേഴ്സാണ്. അതിനകത്ത് ബാൻഡ് തിയറി നോക്കണം, ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ നോക്കണം. പിന്നെ അറിയാലോ PN ജംഗ്ഷൻ്റെ ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ്, അതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ്, ഇത് നിർബന്ധമായിട്ട് നോക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, ഇത്രയും ടോപ്പിക്സ് ആണ്. ഇതിൻ്റെ ഓരോന്നും ഞാൻ പറയുമ്പോൾ എൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്സ് കാണാവുന്നതാണ്. ആ ടോപ്പിക്സ് ഒന്ന് പൗസ് അടിച്ച് നേരെ വീഡിയോ എടുക്കുക, നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഏത് ലെവലിലുള്ള കുട്ടിയാണെങ്കിലും ഒരവസാന വട്ടത്തെ ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഹാവ് എ ഗ്രേറ്റ് ഡേ, ടേക്ക് കെയർ. നന്നായിട്ട് എഴുതുക, എക്സാം അടിച്ച് പൊളിച്ച് തകർത്ത് വരിക. ബൈ, ടേക്ക് കെയർ.